ഹായ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് മൈക്രോവേവിനെ പറ്റിയിട്ട് സംസാരിക്കാനാണ്. മൈക്രോവേവ് ഓവൻ ഇന്ന് എല്ലാ വീടുകളിലും ഉണ്ട് ഓൾമോസ്റ്റ്. പക്ഷെ മിക്കവാറും ആൾക്കാർ അത് യൂസ് ചെയ്യുന്നില്ല. കാരണം ഇതിലുള്ള കുക്ക് ചെയ്യുന്ന ഫുഡ് സേഫ് ആണെന്നൊരു ഡൗട്ട് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് തന്നെ. ഈ മൈക്രോവേവിന്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൈക്രോവേവിന്റെ അകത്തുള്ള ഒരു ഹൈ പവേർഡ് ആയിട്ടുള്ള വാക്വം ട്യൂബ് ഉണ്ട്, മാഗ്നട്രോൺ. ഈ മാഗ്നട്രോൺ ഇലക്ട്രിക് എനർജീനെ എന്താ പറയാ ഹൈ ഫ്രീക്വൻസി ഉള്ള റേഡിയോ വേവ്സ് ആക്കി മാറ്റുകയാണ്, അതായത് മൈക്രോവേവ്സ് ആക്കി മാറ്റുകയാണ്. ആ മൈക്രോവേവ്സ് നമ്മുടെ ഫുഡിന്റെ അകത്തുള്ള വെള്ളത്തിന്റെ മോളിക്യൂൾസ്, അതായത് തന്മാത്രകളെ വൈബ്രേറ്റ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പൊ എങ്ങനെ വൈബ്രേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഫ്രിക്ഷൻ കൊണ്ടുണ്ടാവുന്ന ചൂടുണ്ടല്ലോ, ആ ചൂട് കൊണ്ടാണ് നമ്മുടെ ഫുഡ് കുക്ക് ആവുന്നത്. അപ്പൊ അതുകൊണ്ട് ഫുഡ് എന്ന് പറയുന്നത് ഉള്ളിൽ നിന്ന് തന്നെയാണ് കുക്ക് ആവുന്നത്, അല്ലാതെ പാത്രം ചൂടായിട്ട് അല്ല നമ്മുടെ ഫുഡ് കുക്ക് ആവുന്നത്. അതുകൊണ്ടാണ് ഫാസ്റ്റ് ആയിട്ട് മൈക്രോവേവിൽ കുക്കായി കിട്ടുന്നത്. നമ്മള് ട്രഡീഷണൽ കുക്കിങ്ങിലാണെന്നുണ്ടെങ്കിൽ ആദ്യം പാത്രം ചൂടായി പിന്നെയാണ് ഫുഡ് ചൂടാവുന്നത്. അപ്പൊ അതാണ് ഫുഡ് ഫാസ്റ്റ് ആയിട്ട് കുക്ക് ചെയ്യാനുള്ള കാര്യം. മൈക്രോവേവ് മോഡും കൺവെക്ഷൻ മോഡിലും കുക്കിംഗ് പ്രോസസ്സ് രണ്ടാണ്. മൈക്രോവേവ് മോഡിലാവുമ്പോഴാണ് മൈക്രോവേവ്സ് കൊണ്ട് കുക്ക് ആവുന്നത്. അതേസമയം കൺവെക്ഷൻ മോഡ്, അതായത് നമ്മൾ ബേക്ക് ചെയ്യാനൊക്കെ വെക്കുമ്പോൾ അത് കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആണ് അതിന്റെ പ്രോസസ്സ്. അതായത് ഇതിന്റെ അകത്തൊരു മുകൾ ഭാഗത്തായിട്ട് ഇവിടെ ഇതിന്റെ താഴെയായിട്ട് ഒരു കോയിൽ കാണാം. ആ കോയില് ചൂടാവുകയാണ് ചെയ്യുന്നത് ബേക്കിംഗ് ചെയ്യുമ്പോൾ. അപ്പൊ നമ്മൾ പ്രീ ഹീറ്റ് ഒക്കെ ചെയ്യാൻ വെക്കുമ്പോൾ നമുക്കറിയാം ആ കോയിൽ ചൂടായിട്ട് പിന്നെ നമ്മൾ ഇത് ഓൺ ആക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ ഫാൻ എന്താ പറയുക ഈ ചൂടിനെ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. കംപ്ലീറ്റ് മൈക്രോവേവിന്റെ അകത്ത് സർക്കുലേറ്റ് ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊരു സ്ലോ കുക്കിംഗ് ആണ്. അതാണ് നമുക്ക് ക്രിസ്പി ആയിട്ട് എടുക്കാനും ബേക്ക് ചെയ്യാനും ഒക്കെ യൂസ് ചെയ്യുന്നത്. കൺവെക്ഷൻ മോഡിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുന്നത്. അപ്പൊ ആ കോയിൽ വെച്ചിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. അതിലൊരിക്കലും മൈക്രോവേവ്സ് ഇല്ല. അപ്പൊ അതിൽ വെക്കുന്ന പാത്രങ്ങളും വേറെയാണ്, അതായത് കൺവെക്ഷനിൽ വെക്കുന്ന പാത്രങ്ങളും വേറെയാണ്, മൈക്രോവേവില് ഫംഗ്ഷൻ വെച്ചിട്ട് ചെയ്യുന്ന പാത്രങ്ങൾ വേറെയാണ്. രണ്ടിനും കൂടെ കോമൺ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് കുറെ ബൗൾസും ഉണ്ട്. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഈ വീഡിയോയുടെ എൻഡിൽ പറയുന്നുണ്ട് കേട്ടോ. മൈക്രോവേവ് ഓവൻ വാങ്ങിക്കുമ്പോൾ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ഒക്കെ മീറ്റ് ചെയ്യുന്ന മൈക്രോവേവ് ഓവൻസ് വാങ്ങിക്കണം. അത് നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള LG, IFB, പാനസോണിക്, ഇതുപോലെയുള്ള സാംസങ്, ഇതുപോലെയുള്ള മൈക്രോവേവ് ഓവൻസ് വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ വാങ്ങിക്കുമ്പോൾ നമ്മുടെ വെറുതെ ഫുഡ് ചൂടാക്കാൻ വേണ്ടി മാത്രമാണെന്നുണ്ടെങ്കിൽ സോളോ മൈക്രോവേവ് യൂസ് ചെയ്താൽ മതി. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബേക്കിങ്ങിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കൺവെക്ഷൻ മോഡുള്ളത് യൂസ് ചെയ്യാം. പിന്നെ ഇപ്പൊ പുതിയതായിട്ട് ചാർക്കോൾ ഫംഗ്ഷൻ എന്നൊക്കെ ഉള്ളത് LGക്ക് ഇറങ്ങിയിട്ടുണ്ട്, അങ്ങനെയുള്ളതുകൊണ്ട്. അപ്പൊ അതൊക്കെ നമ്മളുടെ ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചിട്ടാണ്. ഇപ്പം മന്തിയൊക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിലൊക്കെ ആയിരിക്കും അതുപോലത്തെയൊക്കെ വാങ്ങിക്കുന്നത്. ഇതിൽ ഒരുപാട് കുക്കിംഗ് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിന്റെയൊക്കെ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. മൈക്രോവേവിൽ പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, പിന്നെ തോരൻ ഉണ്ടാക്കുന്ന വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈവൻ നമ്മുടെ വെജ് പുലാവ് ഉണ്ടാക്കുന്ന വീഡിയോസ് ഒക്കെ ഇട്ടിട്ടെ. അപ്പൊ അതൊക്കെ ഒന്ന് പോയി കാണണം കേട്ടോ. ശരിയായ രീതിയിൽ കുക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് വളരെ സേഫ് ആണ്. അതായത് അതിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സ്പെഷ്യൽ ബൗൾസ് ഉണ്ട്, ആ ബൗൾസ് യൂസ് ചെയ്യണം. അതുപോലെ തന്നെ അടച്ചു വെച്ചിട്ട് തന്നെ നമ്മൾ കുക്ക് ചെയ്യണം. അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്യണം എന്ന് പറയാൻ കാര്യം, ഇതിന്റെ ഒരു റൊട്ടേറ്റിംഗ് ടേബിൾ ഉണ്ട്. ആ റൊട്ടേറ്റിംഗ് ടേബിള് ഇങ്ങനെ കറങ്ങിക്കൊണ്ടാണ് ഫുഡ് നമ്മുടെ കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ഫുഡിലേക്ക് ഈവൺ ആയിട്ട് ഹീറ്റ് വരാൻ വേണ്ടിയിട്ടാണ് അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കുക്ക് ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാല്, ആ ഫുഡ് തുറന്നാണ് വെച്ചിരിക്കുന്നതിൽ ആ റൊട്ടേറ്റിംഗ് ടേബിൾ കറങ്ങുമ്പോൾ ഫുഡെല്ലാം ഇതിന്റെ ഉൾഭാഗത്തെല്ലാം തെറിച്ചു വൃത്തികേടാവും. അപ്പൊ എന്ത് പറ്റും, അതവിടെ ഇരുന്ന് ഉണങ്ങിപ്പോവും. ഉണങ്ങുമ്പോൾ ചിലപ്പോ അതില് എന്താ പറയാ സ്പാർക്ക് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. മാത്രമല്ല അടുത്ത പ്രാവശ്യം വെക്കുന്ന ഫുഡിലേക്ക് ഇതിന്റെ സ്മെല്ലൊക്കെ വരാനും അങ്ങനെ ബാക്ടീരിയ ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാനും ഒക്കെയുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് മൈക്രോവേവ് ഓവന്റെ അകത്ത് എപ്പോഴും ക്ലീൻ ആയിട്ട് തന്നെ വെക്കണം. എങ്ങനെ ക്ലീൻ ചെയ്യാം എന്നുള്ളതും ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് പറയുന്നുണ്ടേ. മൈക്രോവേവിന്റെ കുക്കിംഗ് എന്ന് പറയുന്നത്, അതായത് അതിന്റെ റേഡിയേഷൻ എന്ന് പറയുന്നത് നോൺ അയണൈസിങ് റേഡിയേഷൻ ആണ്. അപ്പൊ അത് അത്ര ഹാംഫുൾ അല്ല എന്നാണ് പറയപ്പെടുന്നത്. മൈക്രോവേവിൽ ഫുഡ് ചൂടാക്കാൻ വെക്കുമ്പോഴത്തേക്ക്, അത് റീഹീറ്റ് ചെയ്യാൻ വെക്കുമ്പോഴത്തേക്കും കുറച്ച് 1-2 ടീസ്പൂൺ വെള്ളം ഇതുപോലെ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുത്തിട്ട് ചൂടാക്കി കഴിഞ്ഞാൽ ഫുഡൊക്കെ നല്ല ഫ്രഷായിട്ട് നല്ല സ്റ്റീംഡ് ആയിട്ടും തന്നെ നമുക്ക് കിട്ടും. തീരെ ഡ്രൈ ആയി പോവില്ല. വെള്ളം ഒഴിച്ചില്ല എന്നുണ്ടെങ്കിൽ നല്ല ഡ്രൈ ആയിപ്പോവും ഫുഡ് റീഹീറ്റ് ചെയ്യുമ്പോഴൊക്കെ. അപ്പം അതൊന്ന് ശ്രദ്ധിക്കണേ. ഇനി നമുക്ക് മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ബൗൾസിനെ ഒന്ന് പരിചയപ്പെടാം. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഈ ബോറോസിലിന്റെ ബൗളുകളാണ്. ഇത് പല ഷേപ്പിൽ അവൈലബിൾ ആണ്, റൗണ്ടിലും റെക്ടാങ്കിൾ ഷേപ്പിലും ഒക്കെ അവൈലബിൾ ആണ്. ഞാൻ എൻ്റെ കയ്യിൽ റെക്ടാങ്കിൾ ഷേപ്പിലുള്ളതേ ഉള്ളൂ. പിന്നെ ഇതൊക്കെ ആദ്യകാലത്ത് ഇറങ്ങിയിരുന്നതാണ്, കുറച്ച് തിക്കാണ്. ഇപ്പൊ ഒക്കെ ഇറങ്ങുന്നുണ്ട്, കുറച്ചുകൂടെ ലൈറ്റ് വെയിറ്റ് ആയിട്ട് ഇറങ്ങുന്നുണ്ട്. പക്ഷെ എപ്പോഴും നമ്മൾ മൈക്രോവേവ് യൂസ് ചെയ്യുമ്പോൾ ഇത് അതിൽ എഴുതിയിട്ടുണ്ടെന്ന് നോക്കിയിട്ട് വേണം വാങ്ങിക്കാനായിട്ട്, മൈക്രോവേവബിൾ ആണോ എന്നുള്ളത്. ഇതൊക്കെ ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് പല പുതിയ
ബോറോസിലിന്റെ ബൗൾസ് ഇറങ്ങുന്നുണ്ട്, കളേർഡ് ആയിട്ടുള്ളതൊക്കെ ഇറങ്ങുന്നുണ്ട്, നല്ല ഭംഗിയുള്ള കളേർഡ് ആയിട്ടുള്ള ഇറങ്ങുന്നുണ്ട്. ഈ ഗ്ലാസിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ടഫ് ആൻഡ് ഗ്ലാസ് ആണ്, അങ്ങനെ പെട്ടെന്നൊന്നും പൊട്ടില്ല. പിന്നെ മൈക്രോവേവിൽ നമുക്ക് റീഹീറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാം, മൈക്രോവേവിൽ കുക്ക് ചെയ്യാൻ യൂസ് ചെയ്യാം, അതേപോലെ തന്നെ ബേക്കിങ്ങിന് യൂസ് ചെയ്യാം, ഫ്രീസറിലും വെക്കാം, ഡിഷ് വാഷർ സേഫും ആണ്. അതാണ് ഇതിന്റെ പ്രത്യേകത. പിന്നെ കുറച്ചൊരു വെയിറ്റ് ഉള്ളത് കൊണ്ട് ചൂടാകുമ്പോൾ കുറച്ച് എടുക്കാൻ, നമുക്ക് ഓവനിൽ നിന്ന് എടുക്കാനൊക്കെ, ബേക്ക് ചെയ്ത് കഴിഞ്ഞ് എടുക്കാനൊക്കെ ഒന്ന് ശ്രദ്ധിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ട് വേണം എടുക്കാനായിട്ട്. പിന്നെ ഇതിൽ കറ പിടിക്കില്ല എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. ഫുഡിന്റെ സ്മെല്ലൊന്നും ഇതിൽ പിടിക്കില്ല, സ്ക്രാച്ചും അങ്ങനെ ആവുന്നില്ല, സ്ക്രാച്ച് ഫ്രീ ആണ്, എല്ലാം നല്ല ഷൈനിങ്ങോട് കൂടി തന്നെ നിൽക്കുന്നുണ്ട്, വർഷങ്ങളോളം ഇത് ലാസ്റ്റ് ചെയ്യുകയും ചെയ്യും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യാനുള്ളത് കോറലിന്റെ ആണ്, ഇതുപോലത്തെ ബൗൾസ് ആണ്. ഇതും പല സൈസിൽ അവൈലബിൾ ആണ്. ഇത് കുറച്ച് വലിയ ബൗളാണ്, കുറച്ച് കോസ്റ്റ്ലി ആണ്, എന്നാലും ഇതൊക്കെ എൻ്റെ കയ്യിൽ ഒരു 10 വർഷത്തിന് മേലെയായിട്ടിരിക്കുന്ന ബൗൾസ് ആണ് ഇതൊക്കെ. ഇത് ഞാൻ റൈസ് ഒക്കെ ചൂടാക്കാനും അതുപോലെ കുക്കിങ്ങിന് വേണ്ടിയിട്ട്, നമ്മൾ പുലാവ് അതൊക്കെ മൈക്രോവേവിൽ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, തോരനൊക്കെ കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിത് യൂസ് ചെയ്യാറുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ 3 ലെയേർഡ് ആയിട്ടുള്ള വൈട്രൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടഫൻഡ് ഗ്ലാസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് അത്ര പെട്ടെന്നൊന്നും പൊട്ടുന്ന പാത്രങ്ങളല്ല. ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും നല്ല പ്രത്യേകത. നേരത്തെ പറഞ്ഞ അതേപോലെ തന്നെ ഇതിലും സ്ക്രാച്ച് ഫ്രീ ആണ്. ഇതും ഫുഡിന്റെ സ്മെല്ലൊന്നും ഇതിൽ പിടിക്കില്ല, കറയും പിടിക്കില്ല, ഈസി മെയിൻ്റനൻസ് ആണെന്നുള്ളതാണ്. ഇത് 10-12 വർഷമായിട്ട് ഇപ്പോഴും അതിന്റെ പുതുമ അതുപോലെ തന്നെ ഉണ്ടെന്നുള്ളതാണ് ഈ പാത്രത്തിന്റെ പ്രത്യേകത. അപ്പൊ എനിക്ക് എപ്പോഴും ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. പിന്നെ ഇത് എന്താ പറയാ, ഫ്രീസറിലും വെക്കാൻ പറ്റുന്നുണ്ട്, ഫ്രിഡ്ജിലും വെക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ളത് കൊണ്ട് ഞാൻ ഇത് തന്നെയാണ് കൂടുതൽ യൂസ് ചെയ്യാറുള്ളത്. സെറാമിക് പാത്രങ്ങൾ യൂസ് ചെയ്യാം, പക്ഷെ ഈ മെറ്റൽ ഡിസൈൻസ്, ഗോൾഡൻ, സിൽവർ അങ്ങനെയുള്ള മെറ്റൽ ഡിസൈൻസ് ഉള്ള ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. മെറ്റൽസ് ഒരിക്കലും യൂസ് ചെയ്യാൻ പാടില്ല. സ്റ്റീൽ പാത്രങ്ങളോ അറിയാതെ പോലും സ്റ്റീൽ സ്പൂണോ ഒന്നും തന്നെ മൈക്രോവേവിൽ വെക്കാൻ പാടില്ല. പിന്നെ പ്ലാസ്റ്റിക്കിന്റെ ഇറങ്ങുന്നുണ്ട്, BPA ഫ്രീ ആയിട്ടുള്ള, ബൈസ്ഫിനോൾ ഫ്രീ ആയിട്ടുള്ള പ്ലാസ്റ്റിക്കിന്റെ ഇറങ്ങുന്നുണ്ട്. പക്ഷെ അതിന്റെ അകത്ത് സ്റ്റീൽ ആയിട്ടുള്ളതാണ്, മൈക്രോവേബിൾ ആയിട്ടുള്ളതാണ്. ഞാനത് യൂസ് ചെയ്യാറില്ല, കാരണം കഴിയുന്നു ഞാൻ പ്ലാസ്റ്റിക്സ് മൈക്രോവേവിന്റെ അകത്ത് യൂസ് ചെയ്യാറില്ല. ഞാനൊക്കെ ആദ്യം വാങ്ങിച്ചിരുന്ന ഒരു 10-15 കൊല്ലം മുമ്പ് വാങ്ങിച്ചിരുന്ന ഒരു ഓവന്റെ കൂടെ എനിക്ക് ഇഡ്ഡലി തട്ടും കൂടെ ഉണ്ടായിരുന്നു, പ്ലാസ്റ്റിക്കിന്റെ ഇഡ്ഡലി തട്ട്. ഞാനിതുവരെയും പ്ലാസ്റ്റിക്കിന്റെ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ ആ ഫ്രണ്ട് യൂസ് ചെയ്തപ്പോൾ പറഞ്ഞു, ഇഡ്ഡലിയൊക്കെ വെച്ചു, ചൂടാക്കാൻ വെച്ചു, കുറച്ച് സമയം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇഡ്ഡലിയും മാവും പ്ലാസ്റ്റിക്കും എല്ലാം കൂടി ഉരുകി അത് പ്രശ്നമായി എന്ന് പറഞ്ഞു മൈക്രോവേവിന്റെ അകത്ത്. അതൊക്കെ ഭയങ്കര റിസ്ക്കിയാണ്. അപ്പൊ അതുകൊണ്ട് കഴിയുന്നത് ഞാൻ പ്ലാസ്റ്റിക് റെക്കമെൻഡ് ചെയ്യുന്നില്ല. ഈവൻ അകത്ത് സ്റ്റീൽ ആണെങ്കിൽ പോലും ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നില്ല. കാരണം ഇത് വെച്ചപ്പോൾ എനിക്ക് കുറച്ച് എന്താ പറയാ, പെട്ടെന്ന് ചൂടാവുന്നതായിട്ട് തോന്നിയില്ല. അതേസമയം നമ്മൾ ഈ കോറൽ ബ്രാൻഡിന്റെ ഒക്കെ വെക്കുമ്പോൾ പെട്ടെന്ന് ഫുഡ് ചൂടായി കിട്ടുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് ഈ കോറൽ ബ്രാൻഡ് തന്നെയാണ്. ഇതൊക്കെ നല്ല അടിപൊളി ബേക്കിംഗ് ട്രേസ് ആണ്, നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലെല്ലാം ഇത് അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ റൗണ്ട് ഷേപ്പിലുള്ളതൊക്കെ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ എല്ലാം എടുത്ത് കൊണ്ടുവന്ന് കാണിക്കുന്നില്ല. ഇതൊക്കെ ഈ ടൈപ്പ് മെറ്റീരിയൽസ് ലൈറ്റ് വെയിറ്റ് ആണെന്നുള്ളതാണ്. ബേക്ക് ചെയ്ത് നമുക്ക് എടുക്കാൻ, കേക്കൊക്കെ ബേക്ക് ചെയ്ത് എടുക്കാനൊക്കെ എളുപ്പമുണ്ട്. ഇതൊക്കെ ആകുമ്പോഴത്തേക്കും വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ഈ ടൈപ്പൊക്കെ. അപ്പം ശരിക്കും പറഞ്ഞാൽ ബേക്ക് ചെയ്യാൻ ഇത് യൂസ് ചെയ്യാവുന്നതാണ്. റീഹീറ്റ് ചെയ്യാനും കുക്ക് ചെയ്യാനും നമുക്ക് കോറൽ യൂസ് ചെയ്യാം എന്നാണ് എൻ്റെ ഒരു സജഷൻ. പിന്നെ ഈ ബൗൾസ് ഒക്കെ ലിഡ് കൂടെ അവൈലബിൾ ആണെങ്കിലും ഈ ലിഡ് ഒന്നും ഒരിക്കലും മൈക്രോവേവിൽ വെക്കരുത്. അതിൽ എഴുതിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് യൂസ് ചെയ്യാൻ പാടില്ല. ഇത് നമുക്ക് എന്താ പറയുക, സ്റ്റോർ ചെയ്ത് വെക്കാനും ഫ്രീസറിൽ വെക്കാനും ഫ്രിഡ്ജിൽ വെക്കാനായിട്ട് മാത്രമേ ഈ ലിഡ്സ് യൂസ് ചെയ്യാൻ പാടുള്ളൂ. പിന്നെ മൈക്രോവേവിൽ വെക്കാൻ പറ്റുന്ന ലിഡ്സ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഗ്ലാസ് ലിഡുകൾ വെക്കാൻ പറ്റും, ഗ്ലാസ് പ്ലേറ്റ്സ് ഒക്കെ ഉണ്ടല്ലോ, ഗ്ലാസ് പ്ലേറ്റ്സ് വെക്കാം, സെറാമിക് മൈക്രോവേബിൾ ആയിട്ടുള്ള സെറാമിക് പ്ലേറ്റ്സ് വെക്കാം. അതുപോലെ തന്നെ ഇപ്പം ഓൺലൈനിൽ പല ടൈപ്പ് മൈക്രോവേവ് ലിഡ്സ് കിട്ടുന്നുണ്ട്. അതായത് ഇതുപോലത്തെ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള സിലിക്കോൺ ലിഡ്സ് കിട്ടുന്നുണ്ട്. ഇത് ഒരു 6 എണ്ണത്തിന്റെ ഒക്കെ സെറ്റായിട്ട് പല സൈസിലായിട്ട് കിട്ടുന്നുണ്ട്. വലിയ ബൗളിന് വലുതും ചെറുതിനും അങ്ങനെ പല കളേഴ്സിലും ഒക്കെ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമുണ്ട്. പിന്നെ ഗ്ലാസ് യൂസ് ചെയ്യാൻ ഇഷ്ടമുള്ളവർ ഗ്ലാസ് പ്ലേറ്റ് ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ്. എന്തായാലും ലിഡ് വെച്ചിട്ട് മാത്രമേ മൈക്രോവേവിന്റെ അകത്ത് കുക്ക് ചെയ്യാൻ പാടുള്ളൂ കേട്ടോ, റീഹീറ്റ് ചെയ്യുകയാണെങ്കിൽ പോലും. മൈക്രോവേവ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് നോക്കാം. ഞാൻ മൈക്രോവേവ് സേഫ് ആയിട്ടുള്ള ഒരു ബൗളിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ടേ, കണ്ടോ, ഈ ഇത്രയും വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം നാരങ്ങ എടുത്തിട്ടുണ്ട്, അത് അതിൽ വെറുതെ ഇട്ടേക്കാം. ഇത് അടച്ചു വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഈ ബൗൾ വെച്ചിട്ട് നമ്മളൊന്ന് ഇതിൻ്റെ അകത്തേക്ക് വെക്കുവാണേ. വെച്ചിട്ട് ജസ്റ്റ് 1-2 മിനിറ്റ് ഒന്ന് ഓൺ ആക്കാം. 2 മിനിറ്റ് ഞാൻ ഓൺ ചെയ്യുന്നുണ്ട്.
അപ്പൊ ഇത് സ്റ്റോപ്പ് ആയിട്ടുണ്ട്. ഇനി ഇതിന്റെ അകത്ത് നോക്കുമ്പോൾ നല്ല സ്റ്റീം ആയിട്ടുണ്ട്. ഇപ്പം തുടയ്ക്കാനൊന്നും പോകരുത്, കുറച്ചൊന്ന് തണുക്കാനായിട്ട് വെക്കണം. ഇതിൽ നമ്മൾ ഡിറ്റർജന്റോ സോപ്പ് പൗഡറോ ഒന്നും തന്നെ യൂസ് ചെയ്യാൻ പാടില്ല മൈക്രോവേവിന്റെ അകത്ത്. ബേക്കിംഗ് സോഡ ഈ വെള്ളത്തിലിട്ടിട്ട് യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ട്, നാരങ്ങ വെള്ളത്തിന്റെ അകത്ത്. അപ്പൊ ഇത് പിന്നെ ഒന്ന് തണുക്കട്ടെ. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു തുണി വെച്ച് മാത്രമേ തുടയ്ക്കാവൂ. ഒരുപാട് സ്ക്രബ്ബർ വെച്ചിട്ടൊന്നും സ്ക്രബ് ചെയ്ത് ഒന്നും ഇതിന്റെ സ്മൂത്ത്നെസ് കളയാൻ പാടില്ല. ഇതിന്റെ വാൾസിന്റെ സ്മൂത്ത്നെസ് പോവാൻ പാടില്ല. അപ്പം മൈക്രോവേവിന്റെ എഫിഷ്യൻസിയൊക്കെ അത് ബാധിക്കും. ഇപ്പൊ ഒന്ന് ചൂടാറിയിട്ടുണ്ട്. അപ്പൊ ഞാനിത് പുറത്തെടുത്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്ത് കാണിച്ചു തരാം. ഇതൊന്ന് ഞാൻ പുറത്തേക്ക് എടുക്കുവാണേ. സ്വിച്ച് ഓഫ് ചെയ്ത് ഡിസ്കണക്ട് ചെയ്തതിന് ശേഷം മാത്രമേ തുടയ്ക്കാൻ പാടുള്ളൂ. പിന്നെ ഇതിന്റെ അകത്ത് ഒരു ട്രേ ഉണ്ട്. ചൂടുണ്ടോ നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഓൾറെഡി ക്ലീൻ ആണ്. അല്ലാന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് സോപ്പിട്ട് കഴുകി എടുക്കാവുന്നതാണ്. സോപ്പിട്ട് കഴുകി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെക്കാവുന്നതാണ്. പക്ഷെ ഒരിക്കലും ഇതിന്റെ സൈഡിലൊന്നും നമ്മൾ സോപ്പ് തൊടരുത്. ഈ സാധനം വേണമെങ്കിൽ നിങ്ങൾക്ക് സോപ്പൊക്കെ ഇട്ട് കഴുകി നല്ല വൃത്തിയായിട്ട് തുടച്ചു വെക്കാവുന്നതാണ്. പിന്നെ ഇതേപോലെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് നമ്മുടെ ഈ എന്താ പറയാ വീല്. ഈ വീലിന്റെ പേര് ഞാൻ സ്ക്രീനിൽ ഇട്ടേക്കാമേ. ഈ വീലും ഈ 3 വീൽസ് ഉണ്ടല്ലോ, ഇതാണ് അതിന്റെ റൊട്ടേറ്റിംഗ് കേപ്പബിൾ ആക്കുന്നത്. അപ്പം ഇതിനകത്ത് അഴുക്ക് പിടിച്ചാലും തിരിയാനൊക്കെ ഒരു പ്രയാസം വരും. ട്രേ തിരിയാനൊരു പ്രയാസം വരും. അത് ഒരു സൗണ്ടും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അതും ഒന്ന് ശ്രദ്ധിക്കണം. ഇത് മര്യാദയ്ക്ക് തിരിഞ്ഞില്ലെങ്കിലും അതും റിസ്ക് ആണ്. അപ്പൊ ഇതെല്ലാം നമ്മളൊന്ന് ക്ലീൻ ചെയ്തെടുക്കണം. പക്ഷെ എല്ലാം സ്മൂത്ത് ആയിട്ടുള്ള തുണി കൊണ്ടോ അങ്ങനെ എന്തെങ്കിലും ക്ലീൻ ചെയ്യാവൂ. ഒരുപാട് സ്ക്രാച്ച് ഒന്നും വീഴുന്ന രീതിയിൽ ചെയ്യാൻ പാടില്ല. ഇത് ക്ലീൻ ചെയ്യണം. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ അകത്തൊക്കെ ഒന്ന് ഇതൊക്കെ ഇങ്ങനെ മുക്കി വെച്ചിട്ട് നമുക്ക് എല്ലാ ഭാഗത്തും തുടച്ചെടുക്കാം. ഇങ്ങനെ മുകളിലും സൈഡിലും ഇവിടെയും എല്ലാം തുടച്ചെടുക്കാവുന്നതാണ് നമുക്ക്. പിന്നെ ഇതിന്റെ മുകളിൽ ഒരു കോയിലുണ്ട്. അപ്പൊ അതിലേക്കൊക്കെ ഫുഡ് പാർട്ടിക്കിൾസ് തെറിക്കാതിരിക്കാനും കൂടെയാണ് ഇതെല്ലാം അടച്ചു വെച്ചിട്ട് നമ്മൾ കുക്ക് ചെയ്യാന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ മൈക്രോവേവ് എപ്പോഴും ക്ലീൻ ആയിരിക്കുകയും ചെയ്യും. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഈ മൈക്രോവേവിന്റെ മുകളിൽ പല പാത്രങ്ങളും അതുപോലെ കവറും ഒക്കെ ഇട്ട് വെക്കും. ഒരിക്കലും മൈക്രോവേവ് ഓൺ ചെയ്യുമ്പോൾ ആ സാധനങ്ങൾ ഒന്നും തന്നെ ഇതിന്റെ മുകളിൽ വെക്കാൻ പാടില്ല. ഇത് ഇങ്ങനെ തന്നെ ക്ലിയർ ആയിരിക്കണം മൈക്രോവേവിന്. അതാണ് നല്ലത് കേട്ടോ. യൂസ് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ഇതിന്റെ പുറത്ത് സാധനങ്ങളൊന്നും വെച്ചിട്ട് യൂസ് ചെയ്യാതിരിക്കുക. മൈക്രോവേവ് ഓവനെ പറ്റിയിട്ട് എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളോട് ഷെയർ ചെയ്തു. അതുപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കൂടെ നിങ്ങളൊന്ന് ഷെയർ ചെയ്യണേ. അതുപോലെ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യണേ. ഹാവ് എ ഗുഡ് ഡേ. താങ്ക് യു.